മാഷിന് വിക്രമിൻ്റെ കാര്യത്തിൽ ഒരു മുൻവിധി ഉണ്ടായെങ്കിൽ അതെങ്ങനെയാണ് ഉണ്ടായതെന്ന് വിക്രമും മനസ്സിലാക്കണ്ടേ. എത്രയോ കാലമായി മാഷ് വിക്രമിൻ്റെ ജീവിതം പ്രതി വിഷമിക്കുന്നു. ആളുകളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു. അങ്ങനെയുള്ള ഒരാൾ പെട്ടെന്ന് ഇതുപോലെയുള്ള മാറ്റം കണ്ട് അതിനെ അനുകൂലിക്കുമെന്ന് തോന്നുന്നുണ്ടോ? നീ വീണ്ടും എനിക്ക് പ്രചോദനം തരാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിച്ചതാണോ? അങ്ങനെ ഒരാൾ വിചാരിച്ചാൽ നിങ്ങൾ നേരെയാവുമെന്ന് നിങ്ങളുടെ അമ്മ പോലും വിചാരിക്കുന്നില്ല. പിന്നല്ലേ എന്നിങ്ങനെ വേദ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ പറയുകയാണേ, ഞാൻ വന്നതേ നിങ്ങളുടെ മുറിവിൽ ഈ മരുന്ന് പുരട്ടാനാണ്. അപ്പോൾ വിക്രം പറയുന്നുണ്ടേ, അതല്ലേ വേണ്ടെന്ന് പറഞ്ഞെന്ന് പറയേ. അപ്പോഴത്തേക്കും നമ്മുടെ വേദ പറയുന്നുണ്ട്, കയ്യിലെ മുറിവ് മാത്രമല്ല, പിന്നെ പറയാം, അതിനു മുന്നേ ആ കൈ ഇങ്ങ് കൊണ്ടുപോവാ. അപ്പം വിക്രം ഇങ്ങനെ കൈ കാട്ടാതെ നിൽക്കും കേട്ടോ. അപ്പോഴത്തേക്കിനും വേദ എന്നൊക്കെ പറഞ്ഞിട്ട് നേരെ ചെന്നിട്ട്, ഞാൻ പണിയെടുക്കാൻ പറഞ്ഞിട്ടുണ്ടായ മുറിവല്ലേ, ഞാൻ തന്നെ അത് മുറിവ് മാറ്റിത്തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ക്രീം എടുത്ത് നമ്മുടെ വിക്രത്തിൻ്റെ ഷർട്ടൊക്കെ മാറ്റിയിട്ട് മുറിവിൽ മരുന്ന് തേച്ച് കൊടുക്കുവാണേ. അതിനിടയ്ക്ക് പറയുന്നുണ്ടേ, ആ കൈ ഇങ്ങനത്തെ ആ വിക്രമാന്നൊക്കെ പറഞ്ഞിട്ട് ഷർട്ടൊക്കെ വലിച്ചിങ്ങനെ എടുക്കുമ്പോഴത്തേക്കിനും വിക്രമൻ തിരിഞ്ഞ് മുഖത്തോട്ട് നോക്കുന്നുണ്ട് കേട്ടോ. മരുന്ന് തേക്കുമ്പോഴത്തേക്കിനും വിക്രമൻ ഇങ്ങനെ നീറുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, എന്നൊക്കെ പറയുന്നുണ്ടേ. കുഴപ്പമില്ല, സാരമില്ല, മരുന്ന് തേക്കുമ്പോഴത്തേക്കിനും നീറും, പെട്ടെന്ന് മാറിക്കോളൂ എന്നിങ്ങനെ വേദയും പറയുന്നുണ്ടേ. അപ്പോൾ ഇങ്ങനെ വിക്രത്തിൻ്റെ ദേഹത്ത് ഇങ്ങനെ വേദ മരുന്ന് പുരട്ടി കൊടുത്തുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കിനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണുകൾ കൊണ്ട് നോക്കുന്നൊക്കെ ഉണ്ട്. എന്നിട്ടിങ്ങനെ വേദ കണ്ടുകൊണ്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്താ ആദ്യമായിട്ട് കാണുവാണോ എന്നിങ്ങനെ ചോദിക്കുവാണേ. എന്താ, എന്തേലും പറയാനുണ്ടോ? എന്നാലേ എനിക്കൊന്ന് പറയാനുണ്ട്. ഇന്നേ ആ വസ്ത്രമെടുത്ത് അച്ഛനെറിഞ്ഞപ്പോൾ നിങ്ങളുടെ കണ്ണുകളിലെ വേദന ഞാൻ കണ്ടു. നിങ്ങളുടെ മനസ്സ് എത്രമാത്രം മുറിവേറ്റു എന്ന് എനിക്ക് ഊഹിക്കാൻ പറ്റുമായിരുന്നു. ആ സമയം നിങ്ങളുടെ അമ്മ വന്ന് ചേർത്ത് പിടിച്ചപ്പോൾ നിങ്ങൾക്കറിഞ്ഞു പോയത് ആ മുറിവിൻ്റെ വേദന കൊണ്ടല്ല, ആ വേദനയിലും ആശ്വസിപ്പിക്കാൻ ഒരാളുണ്ടല്ലോ എന്നുള്ള ആശ്വാസം കൊണ്ടാണ്. താങ്ങി നിർത്താൻ ഒരു അത്താണി ഉണ്ടെന്ന് തോന്നിയാലേ മനുഷ്യർക്ക് ഉള്ളു തുറന്നൊന്ന് കരയാനും കൂടി സാധിക്കുകയുള്ളൂ. അപ്പോഴേ ഉള്ളിൻ്റെ ആളലൊന്ന് അടങ്ങും. നിങ്ങൾക്കതിന് നിങ്ങളുടെ അമ്മയുണ്ട്, സുഹൃത്തുക്കളുണ്ട്. പക്ഷേ നിങ്ങളുടെ അച്ഛന് ആരുണ്ടെന്ന് ഇതുവരെ ആലോചിച്ചിട്ടുണ്ടോ? സ്വന്തം ഭാര്യയുടെ തോളിൽ ചേർന്ന് നിന്ന് കരയാൻ പോലും അദ്ദേഹത്തിൻ്റെ അഭിമാനം അദ്ദേഹത്തെ സമ്മതിക്കത്തില്ല. അങ്ങനെ ഒരാളുടെ ദയനീയതയെപ്പറ്റി ആലോചിച്ചിട്ടുണ്ടോ? ഒരിക്കലും ഉണങ്ങാത്ത ആ മുറിവ് നൽകുന്ന വേദന എത്രയാണെന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഇനി പറ, ആ അച്ഛൻ്റെയും അമ്മയുടെയും മനസ്സിൽ ഇത്രയും കാലം നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത മുറിവില്ലേ, അത് ഉണക്കാൻ നിങ്ങളുടെ കയ്യിൽ എന്ത് മരുന്നാണുള്ളത്? അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കിനും നമ്മുടെ വിക്രമിൻ്റെ ഫോൺ ബെല്ലടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കിനും പെട്ടെന്ന് തന്നെ ബെല്ല് ഓഫ് ചെയ്ത്